ഇന്നത്തെ വചനഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 18 മുതലുള്ള ഭാഗങ്ങളാണ്. ഒരു മനുഷ്യൻ കർത്താവിന്റെ അടുത്ത് എന്നിട്ട് അവനോട് പറയുകയാണ്, എനിക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകണം, നിത്യജീവനിൽ എത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഈ ഭാഗത്ത് അരുമനാഥൻ അവനോട് പലവിധമായ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചിട്ട് ഒടുവിൽ പറയുകയാണ്, നിനക്ക് ഒരു കുറവുണ്ട്. അവന്റെ കുറവ് അവനോട് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ആ കുറവ് നികത്തിയാൽ അവനോട് പറയണം, സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അവന്റെ കുറവ് പണത്തിന്റെ വിനിയോഗത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാനായിട്ട് ഈ ഭൂമിയിൽ ചുറ്റുപാടുകൾക്ക് സ്വർഗത്തെ കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക്, നമ്മുടെ ഈ ഇടപെടലുകളിൽ നമ്മളുമായിട്ട് കണ്ടുമുട്ടുന്നവർക്ക്, നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ഇടയിലൊക്കെ ഈ ഭൂമിയിൽ സ്വർഗമൊന്ന് നൽകാനായിട്ട് കഴിഞ്ഞാൽ, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നോട്ടം കൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ടൊക്കെ ഒരു സ്വർഗം നൽകാനായിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപമുണ്ടാകും. നമ്മുടെ കുറവുകളെ ഈ ഭൂമിയിൽ അതിജീവിച്ചുകൊണ്ട്, അതിനെ ഒന്ന് നികത്തിക്കൊണ്ട്, ക്രിസ്തുവിനോട് ചേർത്ത് വയ്ക്കുവാൻ, ഓരോ കുറവുകളെയും മാറ്റുവാനായിട്ടൊന്ന് ഇടയായി തീരുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ എനിക്ക് നിങ്ങൾക്കുമൊക്കെ നിക്ഷേപം ഉണ്ടാകും. ഈ ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തെന്നോ? സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്, വേറൊന്നുമല്ല. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.